കുഞ്ഞുങ്ങൾക്ക് ബേബി ഫുഡാണ് കൊടുക്കുക. കാരണം ആ കുഞ്ഞ് ഉദരത്തിന് ബേബി ഫുഡല്ലേ ദഹിക്കത്തുള്ളൂ. അപ്പോൾ അതിനപ്പുറം മുതിർന്നവർ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ദഹിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഫുഡേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ ഓരോ പ്രായമനുസരിച്ച് നമ്മൾ വളരുന്നതിനനുസരിച്ച്, അപ്പോൾ നേരത്തെയുള്ള കാലത്തൊക്കെ കുഞ്ഞുങ്ങൾ വായിച്ചാണ് വളരുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് വളർന്നിരുന്നു. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾ അഡൽട്ട് വേൾഡ് എക്സ്പോഷർ എന്നൊരവസ്ഥയ്ക്ക് വിധേയമായി. കാരണം നമ്മുടെ ബ്രെയിൻ ഫുഡ് ആകുന്നത് മുതിർന്നവർ പോലും കാണേണ്ടതല്ലാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ മൊബൈൽ ഫോണിലൂടെ കുട്ടികൾ കാണാൻ ഇടവരുന്നു. തീർച്ചയായിട്ടും അവരുടെ നിഷ്കളങ്കത നഷ്ടമാകാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ കൗമാരക്കാരുടെ ഇടയിൽ രാത്രിയിൽ ഒത്തിരി സോഷ്യൽ മീഡിയ കണക്ഷൻസ്, ക്രാഷ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വഴക്കും അസ്വസ്ഥതയും ഒക്കെ ആരുമായിട്ടൊക്കെയോ ചാറ്റ് ചെയ്ത് എന്തൊക്കെയോ റീൽസും മറ്റുമൊക്കെ കണ്ട് ഇങ്ങനെ അനാരോഗ്യകരമായിട്ടുള്ള മാനസികാവസ്ഥയിൽ വളരുന്ന ഒരു സമൂഹം ഇന്ന് കാണുന്നു. അപ്പോൾ ഒരുപാട് ദുശീലങ്ങൾക്കും അഡിക്റ്റീവായിട്ടുള്ള ഇത്തരം ബിഹേവിയേഴ്സ്. അപ്പോൾ രാത്രി ഉറക്കവും ഇല്ല. കാരണം വെളുക്കുന്നവരെയും മൊബൈൽ ഫോണും മറ്റുമായിട്ട്, പിന്നെ അതിൻ്റേതായ അസ്വസ്ഥതകളും, പിന്നെ ഈ മറ്റാരുമായിട്ട് എന്തൊക്കെയോ ചാറ്റിങ്ങും വിഷയങ്ങളൊക്കെ ആയിട്ട് മനസ്സും ഒക്കെ അസ്വസ്ഥതമായി അങ്ങനെയുള്ള ഒരു കൗമാരം. അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ അതാത് പ്രായത്തിൽ ദഹിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം എങ്ങനെ നമ്മൾ കൊടുക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മുടെ ബ്രെയിൻ ഫുഡ്. കാരണം കുഞ്ഞുങ്ങളിലെ നിഷ്കളങ്കത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കടമയുണ്ട്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ അഡിക്ഷൻ, മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗം വളരെ അധികം വ്യാപിച്ചിരിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ട അവസ്ഥയുണ്ട്. നന്ദി.